നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹാദേവനെ പ്രധാന ദേവനായി ആരാധിക്കുന്ന ആരാധനാലയം എന്ന നിലയിൽ ഗോദീശ്വര മഹാദേവ ക്ഷേത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ പ്രഭാത സ്പന്ദനങ്ങൾ ദൈവികമാണ്. സമീപത്തുള്ള കടൽ ഈ സ്ഥലത്തിന് പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മഹത്തായ അനുഭവം നൽകുന്നു. ഹിന്ദു പുരാണത്തിലെ നാശത്തെയും പരിവർത്തനത്തെയും പ്രതീകപ്പെടുത്തുന്ന മഹാദേവനെ പ്രാർത്ഥിക്കാനും അനുഗ്രഹം നേടാനും ധാരാളം ഭക്തർ ഇവിടം സന്ദർശിക്കുന്നു. മഹാദേവ പ്രതിഷ്ഠ കൂടാതെ മഹാവിഷ്ണു, ശാസ്താവ്, ഭഗവതി എന്നീ ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഇവിടുത്തെ ചുമർ ചിത്രങ്ങൾ. ചുമർ ചിത്രങ്ങളുടെ പ്രമേയം ഇങ്ങനെയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് കാശി യാത്രാമധ്യേ 2 ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. രോഗം ബാധിച്ച ഒരു പശുവിനെ അവിടെ അവർ കാണുന്നു. പശുവിനെ അവർ പരിപാലിക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഭേദമൊന്നും കാണാത്തതിനാൽ ഭക്തരിൽ ഒരാൾ ശുശ്രൂഷ നിർത്തി യാത്ര തുടരുന്നു. ആത്മാർത്ഥതയും അർപ്പണബോധത്തോടെയുമുള്ള ഭക്തൻ്റെ ശുശ്രൂഷയിൽ പശു രോഗത്തിൽ നിന്നും കരകയറുന്നു. പശുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹം വളരെ സന്തോഷവാനും സംതൃപ്തനുമായിരുന്നു. അതേസമയം അപൂർണമായ തൻ്റെ കാശിയാത്രയിൽ അദ്ദേഹം ദുഃഖിതനായിരുന്നു. ഈ ചിന്തകളോടെ അദ്ദേഹം പശുവിൻ്റെ അരികിലിരിക്കുമ്പോൾ പാർവതി പരമേശ്വരന്മാർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. കാശി യാത്രയെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ടതില്ലെന്നും ഒരു ജീവൻ രക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഒരു വലിയ ത്യാഗം ചെയ്തെന്നും അവർ പറയുന്നു. പശുവിൻ്റെ കുളമ്പിൽ നിന്നും ഒഴുകി വരുന്ന വിശുദ്ധ ജലം കാശി തീർത്ഥമാണെന്നും നിങ്ങൾക്ക് ഇവിടെ വെച്ചു തന്നെ എല്ലാ ആചാരങ്ങളും നടത്താം എന്ന് പറഞ്ഞ് 2 പേരും അപ്രത്യക്ഷരാകുന്നു. ഇങ്ങനെയാണ് ക്ഷേത്രത്തിന് ഗോദീശ്വരം എന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം. വാവുബലി തർപ്പണമാണ് ഇവിടുത്തെ പ്രധാന ആചാരം. തർപ്പണമെന്നാൽ തൃപ്തിപ്പെടുത്തൽ. ഈ ലോകം വിട്ടുപോയ പിതൃക്കൾ അവരുടെ ക്ഷേമത്തിനായി യുവതലമുറയെ ആശ്രയിക്കുന്നു. തർപ്പണത്തിലൂടെ പിതൃക്കളുടെ ആത്മീയക്ഷേമം ഉറപ്പാക്കുകയും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഐക്യത്തിനും പ്രത്യേക വഴിപാടുകളും പ്രാർത്ഥനകളും ഇവിടെ നടത്തുന്നു. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആചാരമാണ് പൊങ്കാല. പൊങ്കാല എന്നാൽ തിളച്ചുമറിയുക എന്നർത്ഥം. മനമൊരുകി കരയുന്ന മങ്കമാരുടെ മനസ്സിലെ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നേദ്യമാണ് പൊങ്കാല. അമ്മയുടെ തിരുസന്നിധിയിൽ അമ്മയോടെന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുമെന്ന പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യ ഔഷധമായാണ് കരുതിപ്പോരുന്നത്. കൃഷി കണ്ടുപിടിച്ചത് സ്ത്രീകളാണെന്നാണ് വിശ്വാസം. കാട്ടുപഴങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, വേരുകൾ എന്നിവ ശേഖരിക്കുകയും ഭക്ഷ്യയോഗ്യമായവ തിരിച്ചറിയുന്നതിലും സസ്യങ്ങളുടെ ജീവിതചക്രത്തെക്കുറിച്ചും അവ എങ്ങനെ വളരുന്നുവെന്നും അറിയുന്നതിൽ തലമുറകളുടെ അനുഭവമുണ്ടായിരുന്നു. സകല ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്ന പ്രകൃതിയാണ് അന്നപൂർണേശ്വരി. അന്നപൂർണേശ്വരിയെ നാം അടുക്കളയുടെ ദേവതയായി കണക്കാക്കുന്നു. ഭൂമിയെയും വിളവെടുപ്പിനെയും ഫലഭൂയിഷ്ഠതയെയും പ്രതിനിധീകരിക്കുന്നു അന്നപൂർണേശ്വരി. പുരുഷ ദേവതയെ മാറ്റി നിർത്തി ദേവീക്ഷേത്രങ്ങളിൽ പൊങ്കാലയിടുന്നതിൻ്റെ പൊരുളും ഇതുതന്നെയാകാം. ഭക്തിയുടെയും നന്ദിയുടെയും പ്രതീകമായി ദേവിക്ക് അർപ്പിക്കുന്ന പൊങ്കാലയിടൽ ക്ഷേത്ര പരിസരത്തിനു ചുറ്റും ഊർജ്ജസ്വലവും ആത്മീയവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. സാന്ത്വനവും ദേവീകൃപയും തേടുന്ന ഭക്തർക്ക് ഇവിടം ആത്മീയ സങ്കേതം പ്രദാനം ചെയ്യുന്നു. ഗോദീശ്വര മഹാദേവ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ അറിയേണ്ടവർ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.